പ്രൈസലോ. കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കാൻ വേണ്ടി ഭവനം വിട്ടുകൊടുത്തൊരു ഭവനമാണ് ഒബേദേദോമിൻ്റെ ഭവനം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കാൻ വേണ്ടി ഞാനിത് പറയുമ്പോൾ ശക്തമായൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചാണ് ഞാനിത് പറയുന്നത്. പ്രൈസലോ. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കാൻ വേണ്ടി ആ ഭവനം വിട്ടുകൊടുത്തൊരു ഭവനമാണ് ഒബേദേദോമിൻ്റെ ഭവനം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ പിന്നത്തേത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ആ ഒബേദേദോമിനെ അവൻ്റെ ഭവനത്തെ ദൈവം എന്തു ചെയ്തു? അനുഗ്രഹിക്കുവാനാണ്. അവൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ആര് കർത്താവിന് വേണ്ടി ഭവനം വേർതിരിക്കപ്പെടുമോ, ആര് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുമോ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ നടുവിൽ. ഹല്ലേലൂയ. ഇന്ന് ബൈബിളിൽ എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ആര് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നു, ആര് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ, ആര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭവനം വേർതിരിക്കുമോ, ആര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭവന വാതിൽ തുറക്കപ്പെടുമോ ആ ഭവനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകലിൽ ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഈ പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന പകലാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വളരെ വ്യക്തമായി പറയട്ടെ, ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണ്. ഈ ഉപവാസ പ്രാർത്ഥന ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരിക്കലും പുറത്തു വരുത്തില്ല എന്ന് പറഞ്ഞ് അകത്തളങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിനരാത്രങ്ങളാക്കി ദൈവം തീർക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ കാരം അടിച്ച് ആ ദൂതം ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആ ദൂത ദൈവത്തിൽ ഏറ്റെടുത്തോ. ഇന്ന് പകലിൽ ഏതൊക്കെ മേഖലകളിൽ നീ അകത്ത് ഒതുക്കപ്പെട്ടിട്ടുണ്ടോ അതിനകത്തുനിന്നെല്ലാം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകലാണ്. യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെ മേഖലയിൽ നിന്നെ തളച്ചിട്ടിട്ടുണ്ടോ, ഏതൊക്കെ മേഖലയിൽ നിന്നെ ഒതുക്കിയിട്ടുണ്ടോ, ആ ഒതുങ്ങിയ മേഖലയിൽ നീ ഒതുങ്ങുവാനല്ല, അതിനകത്തുനിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നീ അകത്തൊതുങ്ങുവാനുള്ളവനല്ല, കുഞ്ഞെ. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് വരെ ദൈവാത്മാ പറയുകയാണ്, ദൈവ ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. റമാന ശാന്തമാന ദേവാന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ബ്രേക്ക് ത്രൂ ഇതിനകത്ത് നടക്കട്ടെ. ശക്തമായൊരു വിടുതൽ ഈ ആരാധന ആലയത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാ. പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ. ജീസസ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അറിയാത്ത ചില പുതുമുഖങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുദിനം ദൈവസഭ വർദ്ധിക്കട്ടെ, ദൈവസഭയുടെ അതിരുകൾ വിശാലമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവസഭ വളരത്തുള്ളൂ. സ്തോത്രം. ഒരുമിച്ച് കൈകോർക്കാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. സ്തോത്രം. ഒരുമിച്ച് കൈ കോർക്കുമ്പോൾ, ഒരുമിച്ച് മനസ്സ് കോർക്കുമ്പോൾ, ഒരുമിച്ച് ഐക്യതയോടെ ആയിരിക്കുമ്പോൾ, എവിടെ ഐക്യതയുണ്ടോ, എവിടെ മനസ്സ് കൈ കോർക്കാൻ തയ്യാറാണോ, എവിടെ ഒരുമനപ്പെടാൻ തയ്യാറാണോ അവിടെ ശക്തമായൊരു വിടുതൽ ഉണ്ടാകും. പ്രൈസലോ. അത് ദൈവസഭയിലാണെങ്കിൽ ദൈവസഭയിൽ വിടുതൽ ഉണ്ടാകും. സ്തോത്രം. അത് ഭവനത്തിലാണോ ഭവനത്തിനകത്ത് വിടുതൽ ഉണ്ടാകും. പ്രൈസലോ. ഒരുമിച്ച് കൈ കോർക്കാൻ തയ്യാറാകട്ടെ. ദേശത്തെ പിടിച്ചടക്കുവാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഒരുമിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന പ്രാരംഭമായി പറയുക. കൈയോട് കൈ കോർക്കാൻ തയ്യാറായാൽ ഈ ദേശം പിടിച്ചടക്കാൻ ദൈവം നിന്നെ ആക്കാൻ പോകുകയാ. ഈ ദേശത്തെ നീ പിടിച്ചടക്കാൻ പോകുകയാ. ഒരുമിച്ച് കൈ കോർക്കാൻ തയ്യാറാക്. വിടികടിച്ച് നിൽക്കരുത്. ഒരുമിച്ച് കൈ കോർക്കാൻ തയ്യാറാക്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഒരുമിച്ച് കൈ ഓർക്കാൻ തയ്യാറായിക്കോ. ദൈവം ദേശത്ത് നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം തരാൻ പോകുകയാ. സ്തോത്രം. ദേശത്ത് ദൈവം നിങ്ങളുടെ
കൈ തരാൻ പോകുകയാ. ഇന്ന് പല വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേ ദേശം നിങ്ങളുടെ മക്കൾ ദൈവം തരാൻ പോകുകയാണ്. സ്വത്രം ദേശം നിങ്ങളുടെ കൈ ദൈവം തരാൻ പോകുകയാ. ആമേൻ. ഇതെങ്ങനെ നടക്കുമെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. പക്ഷേ ഇന്ന് പല ദൈവാത്മാവിനോട് പറയുകയാ. ആമേ ദേശം നിങ്ങളുടെ കൈ തരാൻ പോകുകയാ. ആമേ ദൈവം ചില വൻപന്മാരെ ആമേ ഒരിക്കലും ഒതുങ്ങാത്ത ചിലരെ, ഒരിക്കലും കീഴ്പ്പെടാത്ത ചിലരെ, ഒരിക്കലും അടങ്ങാത്ത ചിലരെ, ഒരിക്കലും അനുസരിക്കാത്ത ചിലരെ ആമേ ദൈവം വേർതിരിക്കാൻ പോകുന്നു. ആമേ ചിലരെ ദൈവം കാണുന്നു. സംഭവിക്കട്ടെ. ഇന്ന് വലിയ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. ആമേൻ. ദൂതനിത പുറപ്പെട്ടിരിക്കുകയാ. അങ്ങ് ദൂതൻ ദേശത്തൂടെ ആമേൻ നെടുകയും കുറുകയും നടക്കുകയാ. ആമേൻ. ദൂതനിത ഊരിപ്പിടിച്ച വാളമായി ആമേൻ ദേശത്തിത നടകൊള്ളുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദേശത്ത് നടകൊള്ളുകയാ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുമായി പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്ന ഒരു കാര്യം, അവൻ ദൈവമക്കൾ വിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ ദേശത്ത് ദൈവം അയച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ദേശത്ത് നെടുകയും കുറുകയും നടക്കുകയാണ്. സ്തോത്രം. നെടുകയും കുറുകയും നടക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് വേണ്ടി ദൈവാത്മാവിനോട് പറയുക, ചില വൻപന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുകയാ. ആമേ. ചില വൻപന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുകയാ. ആമേ. ചില വമ്പന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുകയാ. ദൈവം ചില വമ്പന്മാരെ സന്ദർശിക്കാൻ പോകുകയാ. ഒരിക്കലും ഒതുങ്ങാത്തതിനെ ദൈവം ഒതുക്കാൻ പോകുകയാ. ഒരിക്കലും അനുസരിക്കാത്തതിനെ ദൈവം അനുസരിപ്പിക്കാൻ പോകുകയാ. ഒരിക്കലും കേൾക്കാത്തവർ ദൈവം ഇടപെടാൻ പോകുകയാ. ഇന്ന് പകല് ദൈവാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വേഗത്തിൽ ഞാൻ വാക്കത് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഫ്രീസല ഉച്ച കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ പോകേണ്ടതുണ്ട്. ഫ്രീസല സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവിനിക്ക് എറിയുന്ന സന്ദേശം സ്തോത്രം അത് എത്ര സമയമായാലും സ്തോത്രം വേഗത്തിൽ അത് പറഞ്ഞ് അത് കൈമാറി ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കും. യിരെമ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരികയാണ്. യിരെമ്യാ പ്രവചനം 50-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്ന. യിരെമ്യാ പ്രവചനം 19-ാമത്തെ അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. 50-ന്റെ 19. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഞാൻ ശേഷിപ്പിച്ചു വയ്ക്കുന്നവരോട് ക്ഷമിക്കാൻ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെ ഇരിക്കും. യഹൂദായുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കണം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് ശക്തമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സ്തോത്രം. വചനം നാം ഏറ്റെടുക്കുമ്പോൾ ആ വചനമാണ് നമ്മളെ രൂപാന്തരത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ദൈവ പ്രവൃത്തി എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. സ്തോത്രം. തിരുവചനം വായിക്കുന്നത്, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ വചനം നമ്മുടെ അകത്തേക്ക് ക്രിയ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകളും സംഭവിക്കുന്നത്. സ്തോത്രം. വചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നത്, ആമേൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന 3 പ്രക്രിയ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന
3 പ്രത്യേകതകൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, വചനം കേൾക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വചനം കേൾക്കുമ്പോൾ കത്തലുണ്ടാകുകയാണ്. എന്തുണ്ടാകുന്നു? വചനം അകത്തേക്ക് കയറുമ്പോൾ അകത്തുണ്ടാകുന്ന ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് അകത്ത് വലിയൊരു കത്തലുണ്ടാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, മനസ്സിലായോ? അകത്ത് വലിയൊരു കത്തലുണ്ടാകുകയാണ്. സ്തോത്രം, ആമേൻ. അതുകൊണ്ടാണ് എമ്മോസിലേക്ക് പോകുന്ന 2 പേരോട് കൂടെ യേശു കർത്താവ് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് തിരുവഴുത്തുകളെ അവരെ എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം, തിരുവഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മളോട് വചനം സംസാരിക്കുമ്പോൾ തിരുവഴുത്തുകളെ ആമേൻ നമ്മോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചവിടെ? ആമേൻ, ഉള്ള കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, അകത്ത് കത്തലുണ്ടാകുകയാണ്. സ്തോത്രം. വചനം കേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അകത്തൊരു കത്തലുണ്ടാകുകയാണ്. ഹല്ലേലൂയ. ആ അനുഭവമുള്ള എത്ര പേരോട് ഇവിടെ ഉണ്ട്? ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ അകത്തൊരു കത്തലുണ്ടാകട്ടെ. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ അകത്ത് ജ്വലനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അകത്ത് വചനം കേൾക്കുമ്പോൾ കത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇനി എന്തോ ചെയ്താണ് കത്തൽ ഉണ്ടാകുന്നത്? പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ അകത്ത് കത്തൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് കത്തൽ ഉണ്ടാകുന്ന പോലെ തന്നെ വചനം അകത്തേക്ക് ചെല്ലുമ്പോൾ അകം കത്തി ഒഴുകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വചനം ചെല്ലുമ്പോൾ അകം കത്തണം. ഓ, അകത്ത് വലിയൊരു എരിച്ചിലുണ്ടാകണം, അകത്ത് വലിയൊരു കത്തലുണ്ടാകണം, അകം കത്തിപ്പടരണം. ഹല്ലേലൂയ. ഇന്ന് വലിയ പറയണ ദൈവമല്ല, കത്തണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? നല്ലൊരു കൊള്ളിയാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോശുവ എഴുതിയിരിക്കുന്നത്, അവനെ തീ നിന്ന് വലിച്ചെടുത്ത് അവൻ ഒരു കൊള്ളിയാ. അങ്ങനെയാണെങ്കിൽ ഈ കൊള്ളി കത്തിപ്പടണ്ട, ഇങ്ങോട്ട് പടരും. അത് ഹല്ലേലൂയ. ഇന്ന് വലിയ ദൈവാത്മാവനെ കാണിക്കുകയാണ്. ഒരു കത്തിപ്പടച്ച, ഹല്ലേലൂയ, അവൻ അഭിഷേകമില്ലാത്തവരിലേക്ക്, അവൻ പരിശുദ്ധാത്മാവില്ലാത്തവരിലേക്ക്, അവൻ കത്താൻ കഴിയാത്തവരിലേക്ക് ഇതാ ദൈവാത്മാവിന് വലിയൊരു കത്തല്. ഇന്ന് പരിശുദ്ധാത്മാവ് അപ്പൊ കത്തുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, കത്തുക. അതുകൊണ്ടാണ് ദൈവത്തിന് എഴുതിയിരിക്കുന്നത്, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. എന്റെ വചനം തീ പോലാണ്. വചനം തീയാണ്. വചനം തീയാണ്. ഹല്ലേലൂയ. വചനം തീയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം തീയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം തീയാണ്. ഹല്ലേലൂയ. ആ വചനം അവനെ കത്തിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. അതാരെ കത്തിക്കും? നിന്നെ കത്തിക്കുന്ന വചനമാ. അവൻ നിന്റെ ഭവനത്തിനകത്ത് കത്തൽ വരാൻ പോകുകയോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കത്തിയാലുള്ള പ്രത്യേക തീക്കകത്ത് ഈ നമ്മൾ പഠിക്കുമ്പോൾ തീക്കത്തടയ്ക്കുന്ന 3 കാര്യമുണ്ട്. തീക്കത്തടക്കിരിക്കുന്ന 3 കാര്യം. ഒന്ന്, തീക്കത്തടക്കിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? എന്താ? തീക്കകത്ത് 3 കാര്യമുണ്ട്. ഒന്ന്, ചൂട്. എന്തുവാ? ഒരു ആത്മീക ചൂട്. ചില കണ്ടില്ല, ചില തണുപ്പം മട്ടുണ്ട്, കൈ അടിക്കത്തില്ല, വായു അനക്കത്തില്ല, സ്വോത്രം പറയത്തില്ല, ഹല്ലേലൂയ പറയത്തില്ല, ഒന്നും പറയത്തില്ല. വന്ന് ആട്ടുകളിരിക്കുന്ന ഒരു ഒറ്റ ഇരിപ്പ. രണ്ടൊരു ചത്ത്. ഈ യൂദായുടെ ലേഖനത്തിൽ പറയുന്ന രണ്ടൊരു ചത്തും വേരറ്റും പോയ വിഷം പോലെ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഞാൻ പറഞ്ഞതല്ല, അതിനകത്ത് യൂദ എഴുതിയിരിക്കുന്ന. സ്തോത്രം. രണ്ടൊരു ചത്തും വേരറ്റും പോയ വിഷം പോലെ. ഒരുമാതിരി തോട്ട ഇടുമ്പോഴത്തേക്ക് മീന് ഈ സംഭവിക്കുന്നത് കേട്ടോ. നേരെ നിന്ന മീനൊക്കെ അങ്ങ് മലക്കും. സ്തോത്രം. നിങ്ങളുണ്ടോ? അല്ലേ സുൽപാസേ? ഈ തോട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. തോട്ട പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിന്ന മീനങ്ങ് നേരെ അങ്ങ് മലക്കും. മറന്ന് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഒരാട്ടമുണ്ട്. ആ ചിറകിട്ട് ഒന്നടിക്കും. അതിൻ്റെ അർത്ഥം കുഴപ്പമൊന്നുമില്ല, ജീവനുണ്ട് എനിക്ക്. എന്തുവാ? പക്ഷെ നേരെ നിൽക്കാൻ വയ്യ. ജീവനുണ്ട്, പക്ഷെ നേരെ നിൽക്കാൻ വയ്യ. അകത്ത് ജീവനുണ്ട്, പക്ഷെ നേരെ നിൽക്കാൻ വയ്യ. തോട്ടായിട്ടുള്ള കുഴപ്പം ഇതാ, അറ്റാക്ക് വരിക. സ്തോത്രം. മനസ്സിലായോ?
അപ്പോ രണ്ടൊരു കത്തും വേരറ്റും പോയ വിഷം. അകത്ത് കത്തലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വന്നിരിക്കുമ്പോൾ മുതല് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ആമേൻ. വന്നിരിക്കുമ്പോൾ മുതല് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാ. അകം കത്തുന്നവരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. അവര് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. അവര് ആരാധിച്ചു കൊണ്ടിരിക്കും. അവര് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അല്ലാത്തവരെ നിങ്ങളെ ശ്രദ്ധിച്ചോണം, അവർ ഹല്ലേലൂയ പറയത്തില്ലെന്ന്. ജീസസ്. അപ്പൊ അകത്ത് കത്തലുണ്ടാകണം, അകത്ത് കത്തലുണ്ടാകണം. സ്വത്രം. അകത്ത് കത്തലുണ്ടാകുമ്പോൾ ചൂട് അനുഭവപ്പെടുകയാ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ സ്തോത്രം, കർത്താവിന്റെ ദാസൻ കത്താൻ തുടങ്ങിയ സുനിൽ പാസ് ഓട്ടോമാറ്റിക്കലി കത്തും അവിടെ. ഹല്ലേലൂയ. ഇത് ഉണങ്ങിയ കൊള്ളിയാണെങ്കിൽ അകത്തിരുന്നാൽ അടുത്തിരിക്കുമ്പോൾ ആ ചൂടും കൊണ്ട് അത് ഉണങ്ങും. ഉണങ്ങിയിട്ട് അത് കത്താൻ തുടങ്ങും, അത് കത്താൻ തുടങ്ങും. അടുത്തിരിക്കുന്ന ആരൊക്കെയുണ്ടോ അത് കത്തിപ്പടരും, കത്തിപ്പടരും. ഹല്ലേലൂയ. അതൊരു വലിയൊരു കത്തല്. ഇവിടെ ഒന്നാം നിമിഷം മുതൽ, ഈ ഒന്നാമത്തെ ആള് മുതൽ അങ്ങേയറ്റം വരെ വലിയൊരു കത്തല്. ഹല്ലേലൂയ. ആമേൻ. വലിയൊരു കത്തല് വരികയാണ്. ഇന്ന് വരെ കത്താൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. എന്നെ ഒന്ന് കത്തിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, ആമേൻ, ദൈവം നിന്നെ കത്തിക്കാൻ പോകുകയാ. ദൈവ പൈതലേ. ഹല്ലേലൂയ. രഥം രഥം രഥത്താ ജയം. അപ്പൊ മനസ്സിലായോ? കത്തി തുടങ്ങിയാൽ സ്തോത്രം ചൂട് അനുഭവപ്പെടുകയാണ്. ഞാൻ ഡൽഹിയിലൊക്കെ ഒത്തിരി വർഷം ജോലി ചെയ്ത ഒരാളാണ്. വടക്കേൻ്റെ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. വടക്കേൻ്റെ പോയറിയാം. ഈ തണുപ്പ് സമയമാകുമ്പോൾ അത്യാവശ്യം ശ്വാസോച്ഛ്വാസം വിടാൻ വേണ്ടി മൂക്കിൻ്റെ അവിടെ മാറി ഇച്ചിരി ഒരു ദ്വാരം കൊടുക്കും. പിന്നെ കയ്യും കാലും എല്ലാം ഗ്ലൗസിനകത്ത് കയറ്റി 2-3 പാൻറ് കയറ്റിയിട്ട്, അയ്യോ, ഈ ഈ മഞ്ഞ സമയത്ത്, തണുപ്പ് സമയത്ത് അങ്ങ് വണ്ണം വെക്കും. കാരണം വേറെ ഒന്നുമല്ല, ഉള്ള ഉടുപ്പെല്ലാം കൂടെ വലിച്ചു കയറ്റി അതിൻ്റെ കൂടെ ബ്ലാങ്കറ്റും സ്തോത്രം അതെല്ലാം കൂടെ കയറ്റിയിട്ട് എന്താ കാര്യം എന്നറിയാം? തണുപ്പാ. സ്തോത്രം. കൈ വെളിയിലോട്ട് കൊണ്ടുവരാനൊക്കെ അതില്ല, അതുപോലെ തണുപ്പാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മീക തണുപ്പ് പിടിച്ചവരെ കാണുമ്പോഴേ അവർ കൈയടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരല്ല, കൈ അടിക്കുന്നവരാണ്. ഞാൻ അതും കൊണ്ടല്ല പറഞ്ഞത്. ആത്മീക തണുപ്പുള്ളവർ കൈയടിക്കത്തില്ല. സ്തോത്രം. ആത്മീക തണുപ്പുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, മിണ്ടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വലിയ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആമേൻ, ഒരാൾ കത്താൻ തുടങ്ങിയ ബാക്കിയുള്ള എല്ലാവരും കത്തും. ഹല്ലേലൂയ. ആമേൻ. കാര്യം എന്താ? അടുത്തിരിക്കുന്നവർ കത്തി തുടങ്ങും. സ്തോത്രം. കരികലേക്ക് തീ പിടിച്ചാൽ എന്താ പറ്റുന്നത്? അടുത്തുള്ള കരികലി അത് കത്തിച്ചിരിക്കും. സ്തോത്രം. അങ്ങനെയാണ് ഇന്ന് പകരം ഞാൻ പറയാം, ഇവിടുന്ന് കത്തിപ്പോയ വീട്ടിലൊരു കത്തല് നടക്കും. ഹല്ലേലൂയ. അവൻ വീട്ടിൽ കത്തല് നടക്കും. ഇവിടെ കത്തിപ്പോ, ഇവിടുന്ന് കത്തിപ്പോ, ഇവിടുന്ന് കത്തലേറ്റുപോ. അവൻ വീടിനകത്തൊരു കത്തലുണ്ടാകട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒന്നാമത് ചൂടുണ്ടാകുക. രണ്ടാമതുള്ളതെന്ന് പറയുന്നത് തീ കത്തുമ്പോൾ പ്രകാശം ഉണ്ടാകും. എന്തുണ്ടാകുന്നു? തീക്കകത്ത് അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം. സുലിപ്പാസ് കത്തിയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ ഒരു കുഴപ്പമില്ല, വീഴത്തില്ലെങ്കും. അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രകാശമായിട്ട് എൻ്റെ കൂടെ കത്തിയായിട്ട് നല്ല കത്തി ജ്വലിച്ച് അവൻ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ അദ്ദേഹത്തിനോട് നടന്നാൽ ഒരിക്കലും വീഴത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ബിബിംപാസ് കത്തി ജ്വലിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് നടന്നാൽ വീഴത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലായോ? അദ്ദേഹത്തിനൂടെ നടന്നാൽ എന്ത് ചെയ്യത്തില്ല? അവൻ വീഴത്തില്ല. അദ്ദേഹത്തിനൂടെ നടന്നാൽ അവൻ വീഴത്തില്ല. അങ്ങനെയാണ് പറയട്ടെ, അവൻ നിങ്ങളെ കത്താൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഒരിക്കലും വീണു പോകത്തില്ല. ആമേൻ. അവരെ നിത്യപ്രകാശത്തിൽ തന്നെ എത്തും. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായി? അങ്ങനെയാണ് പറയട്ടെ, ആമേൻ, നിങ്ങളൊന്ന് കത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, എന്നെ ഒന്ന് കത്തിക്കണേ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മേൽ ചിലരെ കത്തിക്കുക പോകുകയാ. ജയം. സ്തോത്രം. അപ്പം പ്രകാശമാണ് ഇല്ലേ? സ്തോത്രം. പ്രകാശമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം. അപ്പൊ വചനം ചെല്ലുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം. ഇടറി വീഴത്തില്ല. ഇടറി എന്ത് ചെയ്യത്തില്ല? വീഴത്തില്ല. സ്തോത്രം.
മനസ്സിലായോ? ഈ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇരട്ടത്താണെങ്കിൽ ഇടറി വീഴും, സംശയമൊന്നുമില്ല, ഇടറി വീഴും. യേശു കർത്താവ് കത്തി ജ്വലിച്ചിരുന്നുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്ക 3 പരീക്ഷയും കൊണ്ട് പിശാച് വന്നത്. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു ദേ നിനക്ക് വിശക്കുന്നില്ല, ഈ കല്ലിന് അപ്പം ആകാൻ തീരാൻ പറയും. നിങ്ങൾ മനസ്സിലാക്കണം, ഉപവാസമാണ്, 7 ദിവസം ഉപവാസം അല്ലേ പാസ്റ്റേ? 7 ദിവസം ഉപവാസം ഏറ്റവും കൂടുതൽ പോരാട്ടം ഉണ്ടാക്കുന്ന സമയമായി പോകും. മനസ്സിലായോ? അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പൊറോട്ട കണ്ണുരുട്ടി കാണിക്കും, ബോണ്ട നാക്ക് കടിച്ച് കാണിക്കും, സ്തോത്രം, അതല്ല സുഖ്യം പല്ലിളിച്ച് കാണിക്കും, അവൻ സ്തോത്രം പരിപ്പട മാടി വിളിച്ച് കാണിക്കും, അവൻ ഇതെല്ലാം ചെയ്യും. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ വലിയ അമാനുഷികനൊന്നുമല്ല. പ്രൈസ്, ഞാനും മനുഷ്യൻ ഇല്ല സുൽഭാസേ. നമ്മളെല്ലാം ഈ സമശിക്ഷാവധിയിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാ. സ്തോത്രം. നിങ്ങൾ ഉപവാസ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള, നമുക്ക് ടേസ്റ്റ് കൂടുന്നതും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മുമ്പിൽ വരുന്നത് ആ സമയത്തായിരിക്കും. സ്തോത്രം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ആ സമയത്ത് പിശാച് കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്ന് നമ്മുടെ അടുക്കൽ സാധ്യതകൾ കൊണ്ടുവെക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് ജയിക്കേണ്ടത്. യേശുവിനോട് പറഞ്ഞു കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു. അവിടെ മനസ്സിലായോ? യേശുവിന്റെ അകത്ത് വചനം ഉള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് എന്ത് ചെയ്യുക? ജീവിക്കുകയാണ്. രണ്ടാമത് യേശു കർത്താവിനെ നൊടിയടക്കുള്ളിൽ സകല ലോകത്തിന് സകല സുഖങ്ങൾ കാണിച്ചുകൊണ്ട് വീട് നമസ്കരിക്കാൻ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുകയാ. പിശാച് അവനെ വിട്ടുപോയി. ബൈബിൾ വായിക്കുന്നത് അവനെ വലിയൊരു ദേവാലയ ഗോപുരത്തിന് അഗ്രത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു താഴോട്ട് ചാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചിന്തിക്കാൻ ഈ 3 പരീക്ഷ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നെങ്കിൽ, ഹലോ, ഈ 3 പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നെങ്കിൽ, സ്തോത്രം, നമ്മളൊക്കെ പെട്ടുപോയേന് ഇല്ലേ? സ്തോത്രം. നമ്മൾ പെട്ടുപോയി. കാരണം ഈ ചിലരെ സംബന്ധിച്ചോണ്ട് കർത്താവ് ദൈവനാമ സംബന്ധമായി എരിവുള്ളവരാ. കർത്താവിനെ ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. ഹലോ, എന്റെ കർത്താവിനെ പത്രോസിനെ പോലെ വെട്ടുന്ന ആൾക്കാരുണ്ട്. എന്റെ കർത്താവിനെ നീ പറഞ്ഞോടാ, ഒന്നാ നിനക്ക് കിട്ടിയാണേ. ഒന്നും പ്രതികരിക്കാൻ പോകരുത്, തിരിച്ചു മടക്കി വരികയാണ്. അപ്പൊ മനസ്സിലായോ? ഇന്ന് പകരം നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് അകത്ത് ഒരു കത്തല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ വായിക്കുന്നത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കത്തൽ ഉണ്ടാകുമ്പോൾ പ്രകാശം ഉണ്ടാകുകയാണ്. പ്രകാശം ഉണ്ടാക്കുക, പ്രകാശത്തിൽ നടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 3ാമത്തെ തീക്കത്തണെങ്കിൽ 3ാമത്തെ കാര്യം ദഹനം നടക്കുക. എന്തോ? ദഹനം. തന്നെത്താൻ അശുദ്ധമാകാതെ അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് തീക്കുള്ളത്. തീക്ക് എന്താ ഉള്ളത്? തന്നെത്താൻ എന്ത് ചെയ്യുന്നില്ല. ഏത് അശുദ്ധമായത് തീക്കകത്ത് വീണാലും തീ അശുദ്ധമാകുന്നില്ല. അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏത്? അപ്പൊ തീക്കകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം വേറെയല്ല. ഞാൻ കത്താൻ ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ, ഏത് അശുദ്ധരായവന് എന്നെ പരിചയപ്പെട്ടാൽ അവൻ വിശുദ്ധനായി തീരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവനിലുള്ള കുഴപ്പം മാറും. സ്തോത്രം. അവനുള്ള പ്രശ്നം മാറും. ഹല്ലേലൂയ. അവൻ മദ്യപാനിയാണെങ്കിൽ ഞാൻ മദ്യപാനിയാകത്തില്ല, അവന്റെ മദ്യപാനം മാറും. ഹല്ലേലൂയ. അവൻ പുകവലിക്കാനാണെങ്കിൽ എന്നോടാണ് പക്ഷെ ഞാൻ പുകവലിക്കാനാകത്തില്ല, അവന്റെ പുകവലി മാറും. സ്തോത്രം. സ്തോത്രം. ഞാൻ കത്താൻ ഏൽപ്പിച്ചാൽ അവന്റെ പരിപാടി എന്നിലേക്കല്ല, അവൻ എന്റെ ഭാഗത്വം അവനിലേക്ക് അത് വരാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് ദൈവാത്മാവിനോട് അത് അങ്ങനെ പറയുകയാണ്. അവൻ നിങ്ങളെ കത്താൻ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ യാതൊരു അശുദ്ധനും നിന്നിലേക്ക് വരത്തില്ല. അവൻ നീ ചിലരെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തോ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവാത്മാവനോട് പറയുക, കുഞ്ഞെ നീ കത്താൻ തുടങ്ങിയാൽ നിന്റെ കൈ ഞാൻ ചിലരെ തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലരെ നേർവഴി കാണിക്കുവാൻ, ചിലരെ മര്യാദയ്ക്ക് നടത്തുവാൻ, ചിലരെ ശുദ്ധീകരിക്കാൻ, ചിലരെ നേരെയുള്ള പാതയെ നടത്താൻ, ചിലരെ ആത്മീക ചൂട് പിടിപ്പിക്കാൻ നിന്റെ കൈ ദൈവം ചിലരെ തരാൻ പോകുന്നു. അപ്പൊ കത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞത്, യോശുവയെ പിശാച് കുറ്റം പറഞ്ഞു ഓമാശ് പിശാച് എന്ന് പറഞ്ഞു. അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത സെക്കൻഡ് 3-ാമത്തെ
ഇത് വലിച്ചെടുത്ത് കൊള്ളിയാന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച ഒറ്റക്കാർ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുള്ള പ്രത്യേകത എന്താ പ്രത്യേകത? ഞാൻ ചെല്ലുന്നിടമെല്ലാം കത്തും. ഞാൻ ചെല്ലുന്നിടമെല്ലാം സ്വന്തം. സിസ്റ്റർ കത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ സിസ്റ്റർ കാല് വെക്കുന്നതോടെ എന്താ സംഭവിക്കുന്നത്? കത്തലുണ്ടാകുക. നിങ്ങളൊന്ന് കൂടെ വന്നേ, എൻ്റെ കൂടെ വന്നേ. ഞാൻ പറയുന്നത് ആ ഒരു ഗൗരവത്തോടെ നിങ്ങളിന്ന് വന്നേ. ആമേൻ, സ്തോത്രം. ഞാൻ കത്തിയാൽ ഞാൻ എൻ്റെ കാല് വെക്കുന്നിടത്തെല്ലാം ശുദ്ധീകരണം നടക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുന്ന ദൂത്, നിങ്ങൾ കാല് ചവിട്ടുന്ന ചില ഭവനത്തെ ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാവോ? നിങ്ങൾ കാല് ചവിട്ടുന്ന, നിങ്ങളോട് ഇടപെടുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുമായിട്ട് ഇടപെടുന്ന ആളുകളിൽ ആ ഭവനം ശുദ്ധീകരിക്കപ്പെടാൻ പോവാ. നിങ്ങൾ മുഖേന അവർ വിശ്വാസത്തിലേക്ക് വരാൻ പോകുകയാണ്. അവരിലുള്ള ചിലരിലുള്ള ദുർസ്വഭാവങ്ങൾ മാറി നല്ല ഒരു നിലവാരത്തിലേക്ക് വരത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ എത്ര പേർക്ക് അത് കരമടിച്ച് ഏറ്റെടുക്കാൻ കഴിയും? ഇന്ന് വലിയ പരിശുദ്ധാത്മാവനോട് പറയുക, കുഞ്ഞെ, ദൈവം നിന്നെ ആ ഒരു നിലവാരത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നീ കാല് ചവിട്ടുന്ന ഭവനം ശുദ്ധീകരിക്കപ്പെടാൻ പോകുകയാ. ഇന്ന് പറഞ്ഞ ദൈവാത്മാവനോട് പറയുകയാ, നീ കാല് ചവിട്ടുന്ന ഭവനം ശുദ്ധീകരിക്കപ്പെടാൻ പോകുകയാ. നീ കാല് ചവിട്ടുന്ന ചില ഭവനം ശുദ്ധീകരിക്കപ്പെടാൻ പോകുകയാ. നീ കാല് ചവിട്ടുന്ന ചില ഭവനം ശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് മകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോ. ശ്രദ്ധിച്ചേ, ഞാൻ കത്തിയുള്ള പ്രത്യേകത എന്താ? എന്നിനകത്ത് എന്തൊക്കെ പൈശാചി ആധിപത്യങ്ങളുടെ കെട്ടുണ്ടോ ആ കെട്ട് മൊത്തം പൊട്ടുകയാ. ഇന്ന് പകരം മനസ്സിലായോ നിങ്ങൾക്കത്? ഹല്ലേലൂയ. എന്റെ ശരീരത്തെ പിശാച് കെട്ടിയിരിക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ, ഹല്ലേലൂയ, ഞാൻ കത്തിയാൽ അതെല്ലാം കെട്ടുപോകാൻ പോകുകയാ. സ്വത്രം. അഭിഷേകം വന്ന് കേറിയ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന, എന്നോട് അങ്ങനെ പറയുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നിനുള്ള കെട്ടുകൾ അഴിയുക. ഇന്ന് പറഞ്ഞ ചില കെട്ടുകൾ അടിയട്ടെ, പൈശാചിക കെട്ടുകൾ അടിയട്ടെ, ചില ഭവനത്തിൽ കെട്ടുകൾ അടിയട്ടെ, ചില വ്യക്തിയുടെ കെട്ടുകൾ അടിയട്ടെ, ചില തലമുറയുടെ കെട്ടുകൾ അടിയട്ടെ. സ്തോത്രം. ഓ ജീസസ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെല്ലാം അവൻ ഇതെല്ലാം അഴിഞ്ഞു മാറുകയാണ്. ന്യായാധിപരുടെ പുസ്തകം ശിംശോന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ശിംശോനെ കെട്ടുകയായിരുന്നു. കെട്ടി അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചു. പക്ഷേ അഭിഷേകം അവന്റെ ശരീരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായോ? ചണനാരറ്റു മാറുന്ന പോലെ. സ്വത്രം. അഭിഷേകം അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന് സത്യം അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, അവൻ അഭിഷേകം അവന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, അത്യന്ത സത്യം അവന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, മഹാസത്യം അവന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് വചനം വായിക്കുന്നത് ചണനാരറ്റു മാറുന്ന പോലെ അവനെ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിഞ്ഞു. സ്വത്രം. ഇന്ന് പറഞ്ഞ ദൈവാത്മാവിനെ കാണിക്കുന്നു, ചില കെട്ടുകൾ ഇന്ന് പറഞ്ഞ ഇവിടെ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ, ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പിശാച് നീ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത് പോറ്റി മാറട്ടെ. അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പറഞ്ഞ ചില പൈശാചി ആധിപത്യങ്ങൾ, ചില പൈശാചി ആധിപത്യങ്ങൾ അമ്മയെ കെട്ടി വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് വരെ അഴിയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെ പരിശുദ്ധത്തെ ചില തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം പുറപ്പെടുന്നു. ദൈവാത്മാവ് ചിലരെ തൊടുന്നു. പൈശാചി ആധിപത്യം ഇളകട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് വലിയ ദുരാത്മാ ശക്തി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവേ
വ്യക്തികളിൽ പോരാടി വ്യാപരിക്കുന്ന, അവരെ രോഗിയാക്കുന്ന ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ നീ വെളിവരാം. യേശുവിന്റെ നാമത്തിൽ നീ വെളിവരട്ടെ. നീ വെളിവരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിനക്ക് ഇനി ഒതുക്കാൻ കഴിയത്തില്ല. ഇനി നിനക്ക് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നീ അവരെ ഒതുക്കാൻ ഇനി പറ്റത്തില്ല. നിന്നെ തകർക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ നീ വെളിവരട്ടെ. റമാന ഹംദരേ ജഗന, യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവം വെളിയിൽ കൊണ്ടുവരാൻ പോകുകയാ. ചില പൈശാചിക ആധിപത്യത്തെ ഇന്ന് പകലിൽ ദൈവം തൊടുകയാ. ഓ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ ചിലരെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ആധിപത്യം വെളിവരുന്നു. പൈശാചിക ആധിപത്യങ്ങൾ വെളിവരുന്നു. യേശുവിന്റെ നാമത്തിൽ വെളിവരാം. യേശുവിന്റെ നാമത്തിൽ വെളിവരാം. രക്തത്താ ജയമെടുക്കുന്നു. വെളിവരട്ടെ നീ. നീ ഒതുങ്ങിയിരിക്കുന്ന, ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കെട്ടിപറ്റി നീ വെളിവാ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ജീസസ്. അപ്പൊ ഞാൻ കത്താൻ ഏൽപ്പിച്ചു കൊടുത്താൽ എന്നിലുള്ള ഏതൊക്കെ പൈശാചിക മേഖലകൾ കെട്ടിവെച്ചിട്ടുണ്ടോ ആ കെട്ടുകളെല്ലാം ചാരമാകുക. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ തീ കത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളിലുള്ള ആ പൈശാചിക ആധിപത്യം ദ്രവിച്ചു മാറും. 2, ഭവനത്തിനകത്ത് ഏതൊക്കെ മേഖലകളിൽ പിശാച് പൂട്ടി വെച്ചിട്ടുണ്ടോ ആ പൂട്ടുകളെല്ലാം നിങ്ങൾ കാലുകൊത്തുമ്പോൾ അവിടെ അഴിയും. നിങ്ങൾ കാലുകുത്തുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ മർമ്മം മനസ്സിലാക്കി വേണം. അതിന്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ കാല് ഭവനത്തിൽ കുത്തുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയാം, നിങ്ങൾ ആരാധന കഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കാല് കുത്തുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ത്രൂ നടക്കും. അവിടെ ഒരു മിറക്കൽ നടക്കും. അവിടെ ഒരു വിടുതൽ നടക്കും. നിങ്ങളെ കാല് ഭവനത്തിൽ നിങ്ങൾ കുത്തുമ്പോൾ തന്നെ ഭവനത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കുന്നു.